ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നൊരു ഭാഗമാണ് പറയുന്നത്. എന്താണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് ടു അനലൈസ് ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ഫ്രം ടൈം ടു ടൈം. ഫോർ ദിസ് പർപ്പസ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് യൂസ്ഡ്. This ratio indicates the speed with which cash is collected from debtors or receivables. Debtors turnover ratio is equal to credit sales divided by average receivables. Average receivables is equal to opening receivables plus closing receivables divided by 2. That means debtors turnover ratio is a type of ratio in which the debtors turnover is to be indicated. That means the ratio indicates the speed with which the cash is collected is known as debtors or receivables. അതായത് ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള കളക്ട് ചെയ്യാനുള്ള ക്യാഷ് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ടൈമും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സമയവും രേഖപ്പെടുത്തുന്ന ഒരു റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. എത്ര സമയം കൊണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസീവബിൾസുമായിട്ടുള്ള ക്യാഷോ കളക്ട് ചെയ്യണം എന്നതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൂചകമാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് ഈസ് ടു അനലൈസ് ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ഫ്രം ടൈം ടു ടൈം. റിസീവബിൾസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ടു ടൈമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ പർട്ടിക്കുലർ റിസീവബിൾസിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ഓഫ് മണി അനലൈസ് ചെയ്യുന്നതാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. ഡെപ്റ്റേഴ്സിൽ നിന്നോ റിസീവബിൾസിൽ നിന്നോ ക്യാഷ് കളക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ്. ക്രെഡിറ്റ് സെയിൽസിനെ ആവറേജ് റിസീവബിൾസ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ആവറേജ് റിസീവബിൾസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ 2. അതായത് ഓർഗനൈസേഷൻ്റെ ഓപ്പണിംഗ് സ്റ്റേജിൽ ലഭ്യമായിട്ടുള്ള റിസീവബിൾസിൻ്റെ കൂടെ എൻഡ് സ്റ്റേജിലുള്ള ക്ലോസിംഗ് റിസീവബിൾസിനെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. ഡെപ്റ്റേഴ്സിൽ നിന്നോ റിസീവബിൾസിൽ നിന്നോ എത്രമാത്രം സ്പീഡായിട്ട് ക്യാഷ് കളക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. ഡെപ്റ്റേഴ്സിൽ നിന്നോ റിസീവബിൾസിൽ നിന്നോ ക്യാഷ് കളക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻ്റ് ആണ് അനലൈസ് ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ഫ്രം ടൈം ടു ടൈം. റിസീവബിൾസിൽ നിന്നുള്ള സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. ഡെപ്റ്റേഴ്സിൽ നിന്നോ റിസീവബിൾസിൽ നിന്നോ ക്യാഷ് കളക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ്. ക്രെഡിറ്റ് സെയിൽസിനെ ആവറേജ് റിസീവബിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ആവറേജ് റിസീവബിൾസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് പറയുന്നത് ആവറേജ് കളക്ഷൻ പീരീഡ്. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ റിസീവബിൾസ് മീൻസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബിൽസ് റിസീവബിൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസീവബിൾസ് കിട്ടുന്നത്. അതായത് ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിൾസും കൂടി ചേർന്നതാണ് റിസീവബിൾസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സോ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരീഡിനെയാണ്, അല്ലെങ്കിൽ എത്ര മന്തിലേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് അത് ഡെപ്റ്റേഴ്സോ അല്ലെങ്കിൽ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡിനെയാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ്, എത്ര സമയം കൊണ്ട് ലഭിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. 1 മന്ത്, 2 മന്ത്, 6 മന്ത്, 12 മന്ത്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ 1 വീക്ക്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് റിസീവബിൾസ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഡേയ്സിനെ ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരീഡിനെയാണ് നമ്മൾ ഈ റേഷ്യോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ കളക്ഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. അപ്പോൾ ഒരു ഡേയ്സിൽ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് റിസീവബിൾസിനെ ക്രെഡിറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 365 കൊണ്ട്, അതായത് ഒരു വർഷത്തെ ദിവസം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ പീരിയഡ് കിട്ടും. കളക്ഷൻ പീരിയഡ് ഈസ് ഈക്വൽ ടു, ഇനി വീക്കിലി കണക്കാക്കുന്നുണ്ടെങ്കിൽ കളക്ഷൻ പീരിയഡ് ഈസ് ഈക്വൽ ടു റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 52. 52 കൊണ്ട്
ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ പീരീഡ് ഇൻ വീക്ക് കിട്ടും. ഇനി കളക്ഷൻ പീരീഡ് ഇൻ മന്ത്, മാസത്തിൽ കളക്ഷൻ പീരീഡ് കിട്ടണമെങ്കിൽ റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. അതായത് ഒരു വർഷത്തിൽ 12 മാസം. അപ്പോൾ 12 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവറേജ് കളക്ഷൻ പീരീഡ് ഇൻ മന്ത് കിട്ടും. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ഇൻ ഇയർ, ആവറേജ് കളക്ഷൻ പീരീഡ് ഇൻ വീക്ക് ആൻഡ് ആവറേജ് കളക്ഷൻ പീരീഡ് ഇൻ മന്ത്, ഇതാണ് നമ്മൾ എന്തിൽ കണക്കാക്കുന്നത്, റിസീവബിൾസിൽ കണക്കാക്കുന്നത്. സോ ദിസ് റിസീവബിൾസ് ഇൻഡിക്കേറ്റ്സ് ദ ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ്. ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിൾസും കൂടെ ഇൻവോൾവ് ചെയ്തതാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. സോ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരിയഡിനെയാണ് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരിയഡിനെയാണ് നമ്മൾ ഈ റേഷ്യോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരിയഡിനെയാണ് നമ്മൾ ഈ റേഷ്യോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്. എന്താണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് നോക്കാം. ഫേം ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ് ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. To keep track of its receivables situation, the firm prepares an aging schedule. An aging schedule shows the ages of unpaid accounts and what percentage of total value of receivables those accounts represent. The older the receivables, the lower is the quality and greater the probability of a default. It should be noted that the term age here refers to the number of days or period since debtors become outstanding. ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫേം ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ്. ഫേം ആദ്യമായിട്ട് അതിൻ്റെ റിസീവബിൾസ് മോണിറ്റർ ചെയ്യുകയും ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം ആദ്യമായിട്ട് അതിൻ്റെ റിസീവബിൾസ് മോണിറ്റർ ചെയ്യണം. ഫേം ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ്, ആദ്യമായിട്ട് അതിൻ്റെ റിസീവബിൾസ് മോണിറ്റർ ചെയ്യണം. ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഫേം അതിൻ്റെ റിസീവബിൾസിനെ ആദ്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഫേം ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ്, അതിൻ്റെ റിസീവബിൾസിനെ മോണിറ്റർ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമിൻ വെദർ ദ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി റിസീവബിൾസിനെ ഫസ്റ്റ് മോണിറ്റർ ചെയ്യാം. ടു കീപ് ട്രാക്ക് ഓഫ് ഇറ്റ്സ് റിസീവബിൾസ് സിറ്റുവേഷൻ, ദ ഫേം പ്രിപ്പയേഴ്സ് എൻ ഏജിങ് ഷെഡ്യൂൾ. അതായത് റിസീവബിൾസിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഫേം ആദ്യമായിട്ട് അതിൻ്റെ ഏജിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ആൻ ഏജിങ് ഷെഡ്യൂൾ ഷോസ് ആൻ ഏജസ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്. അൺപെയ്ഡ് അക്കൗണ്ടുകളുടെ ഏജസ് ആണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്. അൺപെയ്ഡ് അക്കൗണ്ടിൽ നിന്ന് കിട്ടേണ്ട ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജസ് ആണ് ഏജിങ് ഷെഡ്യൂളിൽ കാണിക്കുന്നത്. അപ്പോൾ ഏജിങ് ഷെഡ്യൂൾ ഷോസ് ദ ഏജസ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്. അൺപെയ്ഡ് അക്കൗണ്ട്സിൻ്റെ ഏജുകൾ, ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പീരിയഡാണ്. അതായത് എത്ര മാസം കൊണ്ട് കിട്ടും എന്നതിൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ആണ് അതിൽ സൂചിപ്പിക്കുന്നത്. ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജും കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദ ഓൾഡർ ദ റിസീവബിൾസ് ലോവർ ഇസ് ദ ക്വാളിറ്റി. റിസീവബിൾസ് ഓൾഡർ ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സ്വാഭാവികമായിട്ട് ലോവർ ആവും. ആൻഡ് ഗ്രേറ്റർ ദ പ്രോബബിലിറ്റി ഓഫ് എ ഡീഫോൾട്ട്. പ്രോബബിലിറ്റി ഓഫ് ഡീഫോൾട്ട് എന്നുള്ളത് ഗ്രേറ്റർ ആവുകയും ചെയ്യും. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഏജ് ഹിയർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഏജ്, ഇവിടെ ഏജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആകുന്ന നമ്പർ ഓഫ് ഡേയ്സിനെ അല്ലെങ്കിൽ പീരിയഡിനെയാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഏജ് ഹിയർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ അല്ലെങ്കിൽ പീരിയഡിനെയാണ് ഇവിടെ ഏജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. So the term age here refers to the number of days or period since debtors become outstanding. Debtors outstanding ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ പീരിയഡിനെയാണ് ഇവിടെ ഏജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ഫേം എന്ത് ചെയ്യണം? ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ് ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്തിരിക്കുന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഫേം അതിൻ്റെ റിസീവബിൾസിനെ മോണിറ്റർ ചെയ്യണം. ഫേം ഫസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾസ്, ആദ്യമായിട്ട് അതിൻ്റെ റിസീവബിൾസിനെ മോണിറ്റർ ചെയ്യണം. ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഫേം അതിൻ്റെ റിസീവബിൾസിനെ ആദ്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ടു കീപ് ട്രാക്ക് ഓഫ് ഇറ്റ്സ് റിസീവബിൾസിൻ്റെ
ട്രാക്ക് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ദ ഫേം പ്രിപ്പയർസ് ആൻ ഏജിങ് ഷെഡ്യൂൾ. ഫേം ഒരു ഏജിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ആൻ ഏജിങ് ഷെഡ്യൂൾ ഷോസ് ഏജ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്. അൺപെയ്ഡ് അക്കൗണ്ട്സിൻ്റെ ഏജാണ് ഏജിങ് ഷെഡ്യൂൾ കാണിക്കുന്നത്. ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്. അൺപെയ്ഡ് അക്കൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജും അതുപോലെ തന്നെ അതിൻ്റെ ഏജസുമാണ് ഏജിങ് ഷെഡ്യൂൾ ഷോ ചെയ്യുന്നത്. ആൻഡ് ഏജിങ് ഷെഡ്യൂൾ ഷോസ് ഏജസ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്. അൺപെയ്ഡ് അക്കൗണ്ട്സിൻ്റെ ഏജും അതുപോലെ തന്നെ ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ്. അൺപെയ്ഡ് അക്കൗണ്ടുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജുമാണ് അതിൽ കാണിക്കുന്നത്. സോ ഏജിങ് ഷെഡ്യൂൾ ഷോസ് എൻ ഏജസ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്. അൺപെയ്ഡ് അക്കൗണ്ടിൻ്റെ ഏജുകളും ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്. അൺപെയ്ഡ് അക്കൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജുമാണ് അതിൽ ഷോ ചെയ്യുന്നത്. The older the receivables, lower is the quality. Receivables older ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ലോവർ ആവും. ആൻഡ് ഗ്രേറ്റർ ദ പ്രോബബിലിറ്റി ഓഫ് എ ഡീഫോൾട്ട്. ഡീഫോൾട്ട് ആകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാവുകയും ചെയ്യും. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഏജ് ഹിയർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ പീരീഡിനെയാണ് ഇവിടെ ഏജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടേം ഏജ് ഹിയർ റെഫേഴ്സ് ടു the number of days or period since debtors become outstanding. debtors outstanding ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ പീരീഡിനെയോ ആണ് ഏജ് എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡണ്ണിങ് ദ ഡെപ്റ്റർ. എന്താണ് ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്ന് നോക്കാം. When an account become overdue, the firm must take immediate action. The firm has to follow up on overdue receivables to get delinquent customers to pay their bills. This process is known as dunning the debtor. The normal procedure begins with sending a polite reminder that payment is overdue a few days after the net date on the invoice. If the payment is not received, 2 or 3 additional letters using stronger language should be sent. After that, phone calls are made to the customer. അതായത് ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ വെൻ എൻ അക്കൗണ്ട് ബിക്കം ഓവർഡ്യൂ. അക്കൗണ്ട് ഓവർഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഫേം മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഫേം നിർബന്ധമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ളത് എടുക്കണം. ഫേം ഹാസ് ടു ഫോളോ അപ്പ് ഓൺ ഓവർഡ്യൂ റിസീവബിൾസ്. ഓവർഡ്യൂ റിസീവബിൾസിനെ ഫോളോ അപ്പ് ചെയ്യുകയും ടു ഗെറ്റ് ഡിലിങ്ക്വൻറ്റ് കസ്റ്റമേഴ്സ് ടു പേ ദെയർ ബിൽസ്. പണം പേ ചെയ്യാത്ത കസ്റ്റമേഴ്സിനോട് പണം ബില്ലുകളായിട്ട് പേ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഫേം ഹാസ് ടു ഫോളോ അപ്പ് ഓൺ ഓവർഡ്യൂ റിസീവബിൾസ്. ഓവർഡ്യൂ റിസീവബിൾസിൻ്റെ ഭാഗമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ടു ഗെറ്റ് ഡിലിങ്ക്വൻറ്റ് കസ്റ്റമേഴ്സിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ടു പേ ദെയർ ബിൽസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡണ്ണിങ് ദ ഡെപ്റ്റർ. ഇതിനെയാണ് ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ നോർമൽ പ്രൊസീജിയർ ബിഗിൻസ് വിത്ത് സെൻഡിങ് എ പൊളൈറ്റ് റിമൈൻഡർ. അതായത് ഒരു മര്യാദാപൂർവമായിട്ടുള്ള ഒരു റിമൈൻഡർ സെൻഡ് ചെയ്യുക. ദാറ്റ് പേയ്മെൻറ്റ് ഈസ് ഓവർഡ്യൂ എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദ നെറ്റ് ഡേറ്റ് ഓൺ ദ ഇൻവോയ്സ്. ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ള നെറ്റ് ഡേറ്റിന് ശേഷമുള്ള ഫ്യൂ ഡേയ്സിൽ പേയ്മെൻറ്റ് ഓവർഡ്യൂ ആണെന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നോർമൽ പ്രൊസീജിയർ ബിഗിൻസ് വിത്ത് സെൻഡിങ് എ പൊളൈറ്റ് റിമൈൻഡർ. ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിമൈൻഡർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് പേയ്മെൻറ്റ് ഈസ് ഓവർഡ്യൂ. പേയ്മെൻറ്റ് ഓവർഡ്യൂ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിമൈൻഡർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാം. ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദ നെറ്റ് ഡേറ്റ് ഓൺ ദ ഇൻവോയ്സ്. ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ള നെറ്റ് ഡേറ്റിന് ശേഷം ഫ്യൂ ഡേയ്സിൽ പേയ്മെൻറ്റ് ഓവർഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിമൈൻഡർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാം. പൊളൈറ്റ് റിമൈൻഡർ ദാറ്റ് പേയ്മെൻറ്റ് ഈസ് ഓവർഡ്യൂ എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദ നെറ്റ് ഡേറ്റ് ഓൺ ദ ഇൻവോയ്സ്. ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ള നെറ്റ് ഡേറ്റിന് ശേഷമുള്ള ഒരു ഫ്യൂ ഡേയ്സിൽ പേയ്മെൻറ്റ് ഓവർഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിമൈൻഡർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക. ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് 2 or 3 അഡീഷണൽ ലെറ്റേഴ്സ് യൂസിങ് സ്ട്രോങ്ങർ ലാംഗ്വേജസ് ഷുഡ് ബി സെൻഡ്. ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്, പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിന് ശേഷം 2 or 3 അഡീഷണൽ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. യൂസിങ് സ്ട്രോങ്ങർ ലാംഗ്വേജ് ഷുഡ് ബി സെൻഡ്. സ്ട്രോങ്ങർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള 2 or 3 അഡീഷണൽ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഫോൺ കോൾസ് ആർ മെയ്ഡ് ടു ദ കസ്റ്റമർ. അതിനുശേഷം കസ്റ്റമർക്ക് ഫോൺ കോളുകൾ മെയ്ഡ് ചെയ്യാം. എന്തൊക്കെ ടെക്നിക്സുകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സെൻഡിങ് എ ലെറ്റർ ഫ്രം ദ കമ്പനീസ് അറ്റോർണി. കമ്പനിയുടെ അറ്റോർണിയിൽ നിന്നും ഒരു ലെറ്റർ അല്ലെങ്കിൽ ഉന്നതാധികാരിയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു ലെറ്റർ സെൻഡിങ് ചെയ്യാം. ടേണിംഗ് ദ അക്കൗണ്ട് ഓവർ ടു എ കളക്ഷൻ അറ്റോർണി. ഒരു കളക്ഷൻ അറ്റോർണിക്ക് അക്കൗണ്ട് കൈമാറുക. ആസ് എ ലാസ്റ്റ് റിസോർട്ട് ഹയറിംഗ് എ കളക്ഷൻ ഏജൻസി. ഒരു കളക്ഷൻ ഏജൻസിയെ ഹയറിംഗ് ചെയ്യുക. അതുപോലെ തന്നെ പൊളൈറ്റ് റിക്വസ്റ്റിംഗ് കളക്ഷൻ ലെറ്റേഴ്സ്. കളക്ഷൻ ലെറ്ററുകൾ വഴി റിക്വസ്റ്റിംഗ് ചെയ്യുക. കളക്ഷൻ കിട്ടാനുള്ള എമൗണ്ട് കിട്ടാൻ വേണ്ടി കളക്ഷന് വേണ്ടി പൊളൈറ്റ് ലെറ്ററുകൾ ഉപയോഗിക്കുക. ടെലിഫോൺ കോളുകൾ, ടെലഗ്രാംസ്, ഫാക്സുകൾ എന്നിവ ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ കോൺടാക്ട്സുകൾ ഉപയോഗിക്കുക. പേഴ്സണൽ വിസിറ്റ്സുകൾ നടത്തുക. വാർണിംഗ് ലെറ്റേഴ്സ്, ലീഗൽ ആക്ഷൻസ് എന്നിവയും നടപ്പാക്കാം.
നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? എ സ്യൂട്ടബിൾ ക്രെഡിറ്റ് പോളിസി ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി എന്നുള്ളത് അത്യാവശ്യമാണ്. ഇഫ് ദർ ഇസ് നോ പ്രോപ്പർ ക്രെഡിറ്റ് പോളിസി, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ് ഇൻ ദ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വിൽ ഇൻക്രീസസ്. പ്രോപ്പർ ക്രെഡിറ്റ് പോളിസി ഇല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ് ഇൻക്രീസ് ചെയ്യും. ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് വിൽ ആൾസോ ഇൻക്രീസ്. ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക്കും അവിടെ ഇൻക്രീസ് ചെയ്യും. So the term credit policy refers to the most important decision variable that influences the volume of trade, the investment in receivables. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ഇൻക്രീസ് ചെയ്യുന്നതും വോളിയം ഓഫ് ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആണ് ടേം ക്രെഡിറ്റ് പോളിസി എന്നതും സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പോളിസി ദാറ്റ് ഡിസൈഡ്സ് ഹൗ മച്ച് ക്രെഡിറ്റ് ടു ബി എക്സ്റ്റെൻഡഡ് ടു എ കസ്റ്റമർ. കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഹൗ മച്ച് ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ഓൺ വാട്ട് ടേംസ് ദ ക്രെഡിറ്റ് പോളിസി മേ ബി ലിബറൽ ഓർ സ്ട്രിഞ്ചൻറ്റ്. ക്രെഡിറ്റ് പോളിസി എങ്ങനെയാകാം? ലിബറൽ ആകാം, അല്ലെങ്കിൽ സ്ട്രിഞ്ചൻറ്റ് ആകാം, ടൈറ്റ് ആകാം, അല്ലെങ്കിൽ ലിബറലും ആകാം. വെൻ എ ഫേം അഡോപ്റ്റ്സ് ലിബറൽ ക്രെഡിറ്റ് പോളിസീസ് സെയിൽസ് വിൽ ഇൻക്രീസ്. ലിബറൽ ക്രെഡിറ്റ് പോളിസി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എന്താവും? ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റ് വിൽ ആൾസോ ഇൻക്രീസ്. പ്രോഫിറ്റും അവിടെ ഇൻക്രീസ് ആവും. ബട്ട് ദ ചാൻസസ് ഓഫ് ബാഡ് ഡെപ്റ്റ്സ് വിൽ ആൾസോ ഇൻക്രീസ് ആൻഡ് ദർ വിൽ ബി ഡിക്രീസ് ഇൻ ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. ഫേമിൻ്റെ ലിക്വിഡിറ്റിയിൽ ഡിക്രീസ് ഉണ്ടാവുകയും ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് എ സ്ട്രിഞ്ചൻറ്റ് ക്രെഡിറ്റ് പോളിസി റെഡ്യൂസസ് സെയിൽസ്. ദിസ് റെഡ്യൂസസ് പ്രോഫിറ്റബിലിറ്റി. സ്ട്രിഞ്ചൻറ്റ് ക്രെഡിറ്റ് പോളിസി ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് റെഡ്യൂസ് ചെയ്യുകയും പ്രോഫിറ്റബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഹവർ ഇറ്റ് മേ ഇൻക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. ഹെൻസ് ദ ഫേം ഹാസ് ടു ഡിറ്റർമിൻ ആൻ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി. ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് പോളിസി ദാറ്റ് എൻഷുവേഴ്സ് പ്രോഫിറ്റബിലിറ്റി വിത്തൗട്ട് ഇമ്പയറിംഗ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഇമ്പയർ ചെയ്യാതെ പ്രോഫിറ്റബിലിറ്റി എൻഷുവർ ചെയ്യുന്നതായിരിക്കണം ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. സോ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി ഈസ് നെസസറി എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഡിറ്റർമിനിങ് ദ ക്രെഡിറ്റ് ടേംസ്. ക്രെഡിറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ടേംസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസ് അണ്ടർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗ്രാൻറ്റഡ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്നതിനുള്ള ചില സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ടേംസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് ടേംസ് ആർ സ്പെസിഫൈഡ് ഇൻ ദ ക്രെഡിറ്റ് എഗ്രിമെൻറ്റ്. ക്രെഡിറ്റ് എഗ്രിമെൻറ്റിൽ നമ്മൾ ക്രെഡിറ്റ് ടേംസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ടേംസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അതിലെന്തൊക്കെയാകാം? ക്രെഡിറ്റ് പീരിയഡ് ഉണ്ടാകാം. ക്രെഡിറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ഫേം ഗ്രാൻറ്റ്സ് ക്രെഡിറ്റ്. ഫേം ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. ഫേം ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് ക്രെഡിറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ബയേഴ്സ് ആർ ഗിവൻ ടു പേ ഫോർ ദെയർ പർച്ചേസസ്. പർച്ചേസസിന് കയ്യേഴ്സ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ലെങ്ത് ഓഫ് ടൈമിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ ഫേം ഗ്രാൻറ്റ്സ് 45 days ക്രെഡിറ്റ്. 45 ദിവസത്തെ ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ ഫേം ഗ്രാൻറ്റ്സ് ഡിഫറൻറ്റ് ക്രെഡിറ്റ് പീരിയഡ്സ് ടു ഡിഫറൻറ്റ് കസ്റ്റമേഴ്സ്. ഇൻ സച്ച് കേസസ് വി കാൽക്കുലേറ്റ് ദ ഫേംസ് വെയ്റ്റഡ് ആവറേജ് ക്രെഡിറ്റ് പീരിയഡ്. അപ്പോൾ അവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ക്രെഡിറ്റ് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട്സ് ആർ ഗിവൻ ഫോർ ഏർലി ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ഏർലി പേയ്മെൻറ്റിനോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റിനോ വേണ്ടി നൽകുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ മാനേജിങ് റിസീവബിൾസ്. റിസീവബിൾസ് മാനേജ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ടൂൾ കൂടിയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദ ടേംസ് ഓഫ് ഡിസ്കൗണ്ട് ഇൻക്ലൂഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ഹൗ റാപ്പിഡ്ലി പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ക്വാളിഫൈ ഫോർ ദ ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് ടേംസ് 2/10 നെറ്റ് 45 means that if the customer pays within 10 days of the purchase date, 10 ദിവസം പർച്ചേസ് ഡേറ്റ് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ കസ്റ്റമർ പേയ്മെൻറ്റ് നടപ്പിലാക്കിയാൽ ഫേം വിൽ ഗിവ് 2% ഡിസ്കൗണ്ട്. 2% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് അതിനർത്ഥം എന്താ? ദാറ്റ് മീൻസ് ദേ മസ്റ്റ് പേ ദ ഫുൾ എമൗണ്ട് വിത്തിൻ 45 days. 45 ദിവസത്തിനുള്ളിൽ മുഴുവൻ എമൗണ്ട് അവർ പേ ചെയ്യണം എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലോ? ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വെൻ എ ഫേം സെൽസ് ഓൺ ക്രെഡിറ്റ് ഇറ്റ് ടേക്സ് എ റിസ്ക്. ദ ഫേം ഈസ് നോട്ട് ഷുവർ അബൌട്ട് ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ പേയിങ് കപ്പാസിറ്റി സംബന്ധിച്ച് ഫേം ഷുവർ ആയിരിക്കില്ല. ദെർഫോർ ഫോർ ദ സേഫ്റ്റി ഇറ്റ് മസ്റ്റ് സെറ്റ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യണം. ദിസ് വിൽ ബി അപ്ലൈഡ് ഫോർ സെലക്ടിങ് കസ്റ്റമേഴ്സ് ഫോർ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിന് വേണ്ടി കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇത് അപ്ലൈ ചെയ്യാം. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു ദ റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ആക്സെപ്റ്റബിൾ കസ്റ്റമേഴ്സ് ടു ഹൂം ക്രെഡിറ്റ് ഈസ് ടു ബി ഗ്രാൻറ്റഡ്. ആർക്കാണോ ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ആക്സെപ്റ്റബിൾ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് റിക്വയർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു ദ റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ആക്സെപ്റ്റബിൾ കസ്റ്റമേഴ്സ് ടു ഹൂം ക്രെഡിറ്റ് ഈസ് ടു ബി ഗ്രാൻറ്റഡ്. ആർക്കാണോ ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഗ്രാൻറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീസ് ആർ ദ ക്രൈറ്റീരിയ ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയയാണ്
ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ലോവർ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് വിൽ പ്രൊമോട്ട് സെയിൽസ്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ലോവർ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യും. ബട്ട് ദിസ് വിൽ ഇൻക്രീസ് ബാഡ് ഡെപ്റ്റ്. പക്ഷേ എന്ത് ചെയ്യപ്പെടും? ബാഡ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും. സോ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കളക്ഷൻ കോസ്റ്റും ആവറേജ് കളക്ഷൻ പീരീഡും ലെവൽ ഓഫ് ബാഡ് ഡെപ്റ്റും ലെവൽ ഓഫ് സെയിൽസുമാണ്. കളക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ആവറേജ് കളക്ഷൻ പീരീഡ് വരുന്നുണ്ട്, ബാഡ് ഡെപ്റ്റിൻ്റെ ലെവൽ വരുന്നുണ്ട്, ലെവൽ ഓഫ് സെയിൽസും വരുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ ക്രെഡിറ്റ് അപ്ലിക്കൻസ്. ക്രെഡിറ്റ് അപ്ലിക്കൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തേർഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ടു ലേ ഡൗൺ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഗ്രാൻറ്റിംഗ് ക്രെഡിറ്റ് ടു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്നതിനുള്ള ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. എ ഫേം കനോട്ട് ഫോളോ ദ പോളിസി ഓഫ് ട്രീറ്റിംഗ് ആൾ ദ കസ്റ്റമേഴ്സ് ഈക്വൽ ഫോർ ദ പർപ്പസ് ഓഫ് ഗ്രാൻറ്റിംഗ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പകരം ഫേം ഹാസ് ടു ഡിവൈഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. കളക്ടിങ് ദ ക്രെഡിറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്നും ക്രെഡിറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ക്രെഡിറ്റ് കപ്പാസിറ്റി ഓഫ് ദോസ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് അനാലിസിസ്. ഫിക്സിംഗ് ക്രെഡിറ്റ് ലിമിറ്റ്സ് ഫോർ ഈച്ച് കസ്റ്റമർ. ഓരോ കസ്റ്റമർക്കും ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഡിസൈഡിങ് കളക്ഷൻ പ്രൊസീജിയേഴ്സ്. കളക്ഷൻ പ്രൊസീജിയറുകൾ ഡിസൈഡ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ അതിന് പ്രധാനമായിട്ട് 5 ഡയമെൻഷൻസാണ് വരുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സിന് 5 ഡയമെൻഷൻസാണ്. ഒന്ന് ക്യാപിറ്റൽ, ക്യാരക്ടർ, കൊളാട്രൽ, കപ്പാസിറ്റി ആൻഡ് കണ്ടീഷൻ. ഇതിനെയാണ് ക്രെഡിറ്റിൻ്റെ 5 Cകൾ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ 5 Cകൾ എന്ന് പറയുന്നത് ഒന്ന് ക്യാപിറ്റൽ, പിന്നെ ഒന്ന് ക്യാരക്ടർ, കൊളാട്രൽ, തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി, കണ്ടീഷൻ. These are called 5 C's of credit. Next, determining the collection policies and methods. അതായത് ഒരു വെൽ കൺസീവ്ഡ് കളക്ഷൻ പോളിസീസ് നീഡഡ് ബിക്കോസ് ആൾ കസ്റ്റമേഴ്സ് ഡു നോട്ട് പേ ദ ബിൽസ് ഇൻ ടൈം. എല്ലാ കസ്റ്റമേഴ്സും ഒരേ സമയത്ത് തന്നെ അല്ലെങ്കിൽ ടൈം അനുസരിച്ച് തന്നെ കസ്റ്റമേഴ്സ് ബില്ല് പേ ചെയ്യില്ല. സോ ദർ ആർ സെർട്ടൻ കസ്റ്റമേഴ്സ് ഹൂ പേ സ്ലോലി, ദേ ഡിലേ ദ പേയ്മെൻറ്റ്. ചില കസ്റ്റമേഴ്സ് സ്ലോ ആയിട്ട് മാത്രമേ പേ ചെയ്യുള്ളൂ. അതായത് കൃത്യസമയത്തിനുള്ളിൽ എമൗണ്ട് പേ ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിൽ ഡിലേ വരും. അതുകൊണ്ട് തന്നെ സെർട്ടൻ അതർ കസ്റ്റമേഴ്സ് ഹൂ ഡു നോട്ട് പേ അറ്റ് ആൾ, മുഴുവനായിട്ട് പേ ചെയ്യാത്ത ആളുകളുണ്ടാവാം. സോ ഹിയർ ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് അറൈസസ്. ദെയർഫോർ ദ ഫേം ഷുഡ് ഫോർമുലേറ്റ് എൻ എഫക്റ്റീവ് കളക്ഷൻ പോളിസി. അതുകൊണ്ട് തന്നെ ഫേം ഒരു എഫക്റ്റീവ് കളക്ഷൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യണം. So the collection policy refers to the collection procedures such as letters, phone calls and other follow-up mechanism to recover the amount due from debtors. ഡെപ്റ്റേഴ്സിൽ നിന്നും തിരിച്ചു കിട്ടേണ്ട എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഫേം ഉപയോഗിക്കുന്ന ചില കളക്ഷൻ മെക്കാനിസംസ് ആണ് ഈ കളക്ഷൻ പോളിസി എന്ന് പറയുന്നത്. അതായത് ലെറ്ററുകളാകാം, ഫോൺ കോളുകളാകാം, ഫോളോ അപ്പ് മെക്കാനിസം ആകാം. അതെങ്ങനെയൊക്കെ ആകാം? ലെറ്ററുകളിൽ കൂടെ ആകാം, കളക്ഷൻ ടെക്നിക്കിൽ കൂടെ ആകാം, ഫോളോ അപ്പ് മെക്കാനിസത്തിൽ കൂടെയും ആകാം. നെക്സ്റ്റ്, കൺട്രോളിങ് ആൻഡ് അനാലിസിസ് ഓഫ് റിസീവബിൾസ്. റിസീവബിൾസിൻ്റെ കൺട്രോളിങ് ആൻഡ് അനാലിസിസ് അടുത്തൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിലാണ്. ഇസ് ടു അനലൈസ് ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ഫ്രം ടൈം ടു ടൈം. റിസീവബിൾസിൻ്റെ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ടു ടൈമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ ദിസ് പർപ്പസ് ദ ഫോളോയിങ് റേഷ്യോസ് മേ ബി ഹെൽപ്ഫുൾ. അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, പിന്നെ ഒന്ന് ആവറേജ് കളക്ഷൻ പീരീഡ്, പിന്നെ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ റേഷ്യോ ഇൻഡിക്കേറ്റ് സ്പീഡ് വിത്ത് വിച്ച് ക്യാഷ് ഈസ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ്. ഡെപ്റ്റേഴ്സിൽ നിന്നോ റിസീവബിൾസിൽ നിന്നോ ക്യാഷ് കളക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, എത്ര വേഗം കളക്ട് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൻ്റെ സ്പീഡാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ്. ക്രെഡിറ്റ് സെയിൽസിനെ ആവറേജ് റിസീവബിൾസ് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ആവറേജ് റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് റിസീവബിൾസിൻ്റെ കൂടെ ക്ലോസിംഗ് റിസീവബിൾസ് ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റിസീവബിൾസ് കിട്ടും. അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ എന്നുള്ളത് കിട്ടും. ആവറേജ് കളക്ഷൻ പീരിയഡ് എന്ന് പറഞ്ഞാലോ, ആവറേജ് കളക്ഷൻ പീരിയഡ് ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരിയഡാണ് ആവറേജ് കളക്ഷൻ പീരിയഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ്സ് ദ പീരിയഡ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീരിയഡിനെയാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരിയഡ് എന്ന് പറയുന്നത്. അത് ഡേയ്സിലും വീക്സിലും മന്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത് റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. വീക്ക് ആവുന്ന സമയത്ത് റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 52. മന്ത് ആവുന്ന സമയത്ത് റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. ഇനി ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫേം ഫസ്റ്റ് മോണിറ്റർ
must monitor its receivables to determine whether customers are paying on time. കസ്റ്റമേഴ്സ് ഓൺ ടൈമിൽ പേ ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ഫേം അതിൻ്റെ റിസീവബിൾസ് മോണിറ്റർ ചെയ്യണം. ടു കീപ്പ് ട്രാക്ക് ഓഫ് ഇറ്റ്സ് റിസീവബിൾസ് സിറ്റുവേഷൻ ഫേം പ്രിപ്പയർ ആൻ ഏജിങ് ഷെഡ്യൂൾ. അതുകൊണ്ട് തന്നെ ഫേം ഒരു ഏജിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ഏജിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷോസ് ദ ഏജസ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട് ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട്സ് റെപ്രസെൻറ്റ്. ഏജ് ഓഫ് അൺപെയ്ഡ് അക്കൗണ്ട്, അൺപെയ്ഡ് അക്കൗണ്ടിൻ്റെ ഏജ് അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി, എത്ര സമയം കൊണ്ടാണ് അൺപെയ്ഡ് അക്കൗണ്ട് കിട്ടുന്നത്, 6 മാസം കൊണ്ട് കിട്ടുന്നത്, 1 മാസം കൊണ്ട് കിട്ടുന്നത്, 2 മാസം കൊണ്ട് കിട്ടുന്നത്, 61 ദിവസത്തിന് മുകളിലുള്ളത്, അങ്ങനെയുള്ള ഓരോ ദിവസത്തിനനുസരിച്ച് നമ്മൾ ഏജിങ് ഷെഡ്യൂളിൽ ഡിവൈഡ് ചെയ്യുകയും ആൻഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ദോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്, അതിൽ നിന്നും എത്ര ശതമാനം ടോട്ടൽ വാല്യൂ ഓഫ് റിസീവബിൾസ് ലഭിക്കും എന്നതിൻ്റെ പ്രതീക്ഷയാണ് ഇതിൽ പറയുന്നത്. ഓൾഡർ ദ റിസീവബിൾസ് ഓൾഡർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ഇസ് ദ ക്വാളിറ്റി ആൻഡ് ഗ്രേറ്റർ ദ പ്രോബബിലിറ്റി ഓഫ് ഡിഫോൾട്ട്. റിസീവബിൾസ് ഓർഡർ ആണെങ്കിൽ ക്വാളിറ്റി ലോവർ ആവുകയും പ്രോബബിലിറ്റി ഓഫ് ഡിഫോൾട്ട് ഗ്രേറ്റർ ആവുകയും ചെയ്യും. സോ ഇൻ ഏജിങ് ഷെഡ്യൂൾ ദ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവബിൾസ് ഓൺ എ പർട്ടിക്കുലർ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ എൻഡിലുള്ള ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവബിൾസ് അറ്റ് ദ എൻഡ് ഓഫ് എ മന്ത് ഓർ ഇയർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ടുഗദർ വിത്ത് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ റിസീവബിൾസ് ദാറ്റ് ഫാൾ ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ്. ഓരോ ഏജ് ഗ്രൂപ്പിലും വരുന്ന ടോട്ടൽ റിസീവബിൾസിൻ്റെ പെർസെൻറ്റേജും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജിങ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഏജ് ഹിയർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ പീരിയഡിനെയാണ് നമ്മൾ ഏജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീരിയഡ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പീരിയഡ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ പീരിയഡ് സിൻസ് ഡെപ്റ്റേഴ്സ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ്. ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെയോ അല്ലെങ്കിൽ പീരിയഡിനെയാണ് നമ്മൾ ഏജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് പ്രധാനമായിട്ട് ഇപ്പോൾ ലെസ് ദാൻ 30 ഡേയ്സ്, 30 ദിവസത്തിൽ താഴെ ദിവസം മാത്രമേ കടം കൊടുത്തിട്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ 60%. പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവ്സ് 60%. 31 45 ആണെങ്കിൽ 20%, 46 to 60 ആണെങ്കിൽ 15% തിരിച്ച് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. 61 മുകളിലാണെങ്കിൽ 5% മാത്രമേ തിരിച്ച് കിട്ടാൻ സാധ്യത. ഫേം ഹാസ് എ ക്രെഡിറ്റ് പീരിയഡ് ഓഫ്, കാലപ്പഴക്കം കൂടുതലാണെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നർത്ഥം. 30 ഡേയ്സ് ആൻഡ് 60% ഓഫ് ടോട്ടൽ റിസീവബിൾസ് ആർ ലെസ് ദാൻ 30 ഡേയ്സ് ഓൾഡ്. അങ്ങനെ നമ്മൾ ഏജ് ഷെഡ്യൂളിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺട്രോൾ ആൻഡ് അനാലിസിസ് ഓഫ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് ടേംസ് എന്താണെന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് ടേംസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസ് അണ്ടർ വിച്ച് ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ടേംസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാലോ, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു, ക്രെഡിറ്റ് ടേംസ് എങ്ങനെയൊക്കെ ആകാം? ക്രെഡിറ്റ് ടേംസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പീരീഡ് ആകാം, ഡിസ്കൗണ്ടുകളാകാം, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡുകളുണ്ട്. ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ഫേം ഗ്രാൻഡ്സ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ചെയ്തതിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബയ്യർക്ക് കൊടുക്കുന്ന ലെങ്ത് ഓഫ് ടൈം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട് കൊടുക്കുക. അങ്ങനെ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ആക്സെപ്റ്റബിൾ കസ്റ്റമേഴ്സ് ടു ഹൂം ക്രെഡിറ്റ് ഈസ് ടു ബി ഗ്രാൻഡ്. ആർക്കാണോ ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ദ റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ആക്സെപ്റ്റബിൾ കസ്റ്റമേഴ്സ് ടു ഹൂം ക്രെഡിറ്റ് ഈസ് ടു ബി ഗ്രാൻഡഡ്. ആർക്കാണോ ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ട റിക്വയർഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ദ ക്രെഡിറ്റ് അപ്ലിക്കൻസ്. ക്രെഡിറ്റ് അപ്ലിക്കൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 C's എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ക്യാപിറ്റൽ, അവരുടെ ക്യാപിറ്റൽ, ക്യാരക്ടർ, കൊളാട്രൽ, കപ്പാസിറ്റി ആൻഡ് കണ്ടീഷൻ. നെക്സ്റ്റ് കളക്ഷൻ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കളക്ഷൻ പോളിസി റെഫേഴ്സ് ടു ദ കളക്ഷൻ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ലെറ്റേഴ്സ്, ഫോൺ കോൾസ് ആൻഡ് അതർ ഫോളോ അപ്പ് മെക്കാനിസം ടു റിക്കവർ ദ എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്നും ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററുകളോ ഫോൺ കോളുകളോ മറ്റ് ഫോളോ അപ്പ് മെക്കാനിസത്തിനെയാണ് നമ്മൾ കളക്ഷൻ പോളിസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ കളക്ഷൻ പോളിസി റെഫേഴ്സ് ടു ദ കളക്ഷൻ പ്രൊസീജിയേഴ്സ്. കളക്ഷൻ പ്രൊസീജിയറുകളാകാം, അതായത് ലെറ്ററുകളാകാം, ഫോൺ കോളുകളാകാം, ആൻഡ് അതർ ഫോളോ അപ്പ് മെക്കാനിസംസ് ടു റിക്കവർ ദ എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്നും ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററുകളോ ഫോൺ കോളുകളോ മറ്റ് ഫോളോ അപ്പ് മെക്കാനിസത്തിനെയാണ് കളക്ഷൻ പോളിസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Collection policy refers to the collection procedures such as letters, phone calls and other follow-up mechanism to recover the amount due from the debtors.
ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ വെൻ ആൻ അക്കൗണ്ട് ബിക്കംസ് ഓവർ ഡ്യൂ, അക്കൗണ്ട് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഫേം മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. സോ ദ ഫേം ഹാസ് ടു ഫോളോ അപ്പ് ആൻ ഓവർ ഡ്യൂ റിസീവബിൾസ് ടു ഗെറ്റ് ഡിലിംഗ്വൻറ്റ് കസ്റ്റമേഴ്സ് ടു പേ ദയർ ബിൽസ്. പേയ്മെൻറ്റ് അടക്കാത്ത കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓവർ ഡ്യൂ റിസീവബിൾസിൻ്റെ കയ്യിൽ നിന്നും നടപ്പിലാക്കണം. ഈ പ്രോസസ്സിനെ നമ്മൾ ഡണ്ണിങ് ദ ഡെപ്റ്റർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. വീഡിയോ തുടക്കം മുതൽക്ക് ഇതുവരെയുള്ള എല്ലാ ഭാഗവും വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.